അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറഞ്ഞ മർമ്മസ്പർശിയായ ഒരു വാക്യമുണ്ട്. എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യൂ ഓഫ് എ ഡോങ്കി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡോങ്കി ഇൻ മൈസെൽഫ് എന്ന് പറയുന്നുണ്ട്. ഒരു കഴുതയുടെ ഗുണമാണ് സ്ഥിരത, നിർത്തിയെടുത്ത് നിൽക്കുക. അതുകൊണ്ട് ഞാനൊരു കഴുതയല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചിന്തയിലെ പരിവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം 20കളിൽ അദ്ദേഹം വന്ന് മഹത് സത്യാഗ്രഹം, മനുസ്മൃതി കത്തിക്കൽ മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. 30കളിൽ അദ്ദേഹം ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നു, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നാലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിലേക്ക് പോവുകയും റിസർവേഷനുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. പിന്നെ വൈസ്രോയിയുടെ കൗൺസിൽ അംഗമായി ജലവിഭവ കാര്യത്തിൻ്റെയും തൊഴിൽ കാര്യത്തിൻ്റെയും മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഭരണഘടനാ അസംബ്ലി അംഗമായി പ്രവർത്തിക്കുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി തീരുന്നു. ആദ്യത്തെ നിയമകാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വൈസ്രോയിയുടെ കൗൺസിൽ അംഗമായിരുന്ന ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലുണ്ട്. വൈസ്രോയി കൗൺസിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവസാനത്തെ അവശിഷ്ടമാണ്. അംബേദ്കർ തന്നെ ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ വളരെ സങ്കീർണമായ ചില ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. 51 വരെ അദ്ദേഹം നിയമമന്ത്രിയായി പ്രവർത്തിക്കുന്നു. 51 രാജിവെച്ചിട്ട് പിന്നെ ഏതാണ്ട് 5 കൊല്ലക്കാലം അദ്ദേഹം ബുദ്ധമതം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ച്, അത് അപ്പം തുടങ്ങിയതൊന്നുമല്ല, അദ്ദേഹത്തിന് ആദ്യം മുതലേ തന്നെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. പക്ഷേ 51 ശേഷം അദ്ദേഹം ബുദ്ധമതം എന്ന ആശയത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ അവസാന കൃതി അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയില്ല, മരണാനന്തരാണ് പ്രസിദ്ധീകരിച്ചത്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന ധമ്മ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി പുറത്തു വരികയും ചെയ്യുന്നു. മൈത്രിയുടെ ലോക ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം സുനിൽ പി ഇളയിടം എഴുതിയിട്ടുണ്ട്. അതിലിവിടെ കൂടിയിരിക്കുന്ന എത്ര പേർ വായിച്ചു എന്നെനിക്കറിയില്ല. അതുകൊണ്ട് ബുദ്ധനിൽ നിന്ന് തുടങ്ങി നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. സുനിൽ സർ, മൈത്രിയും ബുദ്ധനും. മൈത്രി എന്ന സങ്കല്പം പല പടവുകൾ പിന്നിട്ട് നമ്മുടെ കാലത്തേക്ക് സഞ്ചരിച്ചെത്തിയ ഒന്നാണ്. വാസ്തവത്തിൽ അതിനൊരു 3000 വർഷത്തെയെങ്കിലും പഴക്കം ആ സങ്കല്പത്തിനുണ്ട്. ഈ 3000 വർഷങ്ങളിലും അതൊരേ വടിവിലല്ല നിന്നിട്ടുള്ളത്. ബുദ്ധമതമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ബുദ്ധമതമാണ് അതിനെ ഒരു പ്രധാനപ്പെട്ട മാനുഷിക മൂല്യമായും ജീവിത തത്വമായും ഉയർത്തിയത്. എങ്കിലും അതിനു മുമ്പും ആ വാക്ക് ചില രൂപത്തിലുണ്ട്. ഇപ്പം ചാന്തോഗ്യോപനിഷത്തിൽ മൈത്രി എന്ന വാക്കുണ്ട്, അഥർവവേദത്തിൽ വരുന്നുണ്ട്, പാണിനിയുടെ അഷ്ടാധ്യായിയിൽ വരുന്നുണ്ട്, തൈത്തിരീയ സംഹിതയിൽ വരുന്നുണ്ട്. മോണിയർ വില്യംസിൻ്റെ സംസ്കൃത ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ മൈത്രി എന്ന വാക്ക് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മിത്രഭാവം എന്ന അർത്ഥത്തിലാണ്, ഒരു സൗഹൃദം എന്ന അർത്ഥത്തിലാണ്. പൊതുവിൽ അങ്ങനെ ഒരു വാക്ക് എന്ന നിലയിൽ പ്രാചീനോപനിഷത്തുകളിൽ തുടങ്ങുന്ന ഒരാശയാണ് മൈത്രി. അതിൽ പ്രാചീനോപനിഷത്തുകളിൽ ഇത് വരുന്ന സമയത്ത് തന്നെ വാസ്തവത്തിൽ വൈദിക സാഹിത്യത്തിനകത്തുള്ള ഒരു ഷിഫ്റ്റിനെ ആ വാക്ക് ഉപനിഷത്ത് വിചാരത്തിൽ സൂചിപ്പിക്കുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. അതായത് റിച്വലിൽ നിന്ന് വെർച്വലിലേക്ക്, ആചാരനിഷ്ഠമായ ഒരു ദൈവഭാവനയോ മതഭാവനയോ എന്നതിൽ നിന്ന് നന്മയിലേക്ക്, മൂല്യനിഷ്ഠമായ ഒരു മതഭാവനയിലേക്കുള്ള വൈദിക സാഹിത്യത്തിൻ്റെ പരിവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പം കൂടിയായിട്ട് ഈ മൈത്രി എന്ന ആശയത്തെ, അതേക്കുറിച്ചുള്ള ചർച്ചയിൽ ചിലരൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഇപ്പം അംബേദ്കർ തന്നെ ഒരു ഘട്ടത്തിൽ പ്രാചീന ഉപനിഷത്തുകളിലെ സാർവലൗകിക ഭാവന സമത്വത്തിന് വലിയ ആകാൻ പോന്നതായിരുന്നു എന്നും ബ്രാഹ്മണിസം പിൽക്കാലത്ത് അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നും ഈ ആശയത്തെ മുൻനിർത്തി ഒരു സ്ഥലത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചൊരു പ്രാചീനമായ വേരുകൾ ഏതാണ്ടൊരു BC 10ാം നൂറ്റാണ്ടോ, പ്രാചീനോപനിഷത്തുകൾ എന്ന് പറയുന്നത് ഈശാവാസ്യം മുതൽ ബൃഹദാരണ്യകം വരെയുള്ള ഉപനിഷത്തുകൾ എടുത്താൽ BC 10 മുതൽ താഴോട്ടുള്ള 4-5 നൂറ്റാണ്ടുകൾ അതിൻ്റെ പൊതുവായൊരു കാലപരിധിയായിട്ട് കാണാം. ആ കാലപരിധിക്കകത്ത് മൈത്രി എന്ന വാക്കും അതുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില സങ്കല്പനങ്ങളും വരുന്നുണ്ട്. പക്ഷേ അതൊരു ഉപനിഷത്ത് ദർശനത്തിലൊരു അടിസ്ഥാന തത്വമോ ഒരു പ്രധാനപ്പെട്ട സങ്കല്പനമോ ആയി വികസിച്ചിട്ടില്ലായിരുന്നു. അതിനെ
സ്വാംശീകരിച്ച് മനുഷ്യാവസ്ഥയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം എന്ന നിലയിലേക്ക് മാറ്റുന്നത് ബുദ്ധമതമാണ്. ബുദ്ധൻ മുമ്പോട്ട് വച്ച, ബുദ്ധമതം മുമ്പോട്ട് വയ്ക്കുന്ന 4 ബ്രഹ്മവിഹാരങ്ങൾ എന്നുള്ളതുകൊണ്ട് മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും പരമോന്നതമായ അവസ്ഥകൾ എന്ന നിലയിലാണ് 4 ബ്രഹ്മവിഹാരങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിലൊന്ന് മൈത്രിയാണ്. മൈത്രി, കരുണ, അതുപോലെ തന്നെ മുദിതം, ഉപേക്ഷ എന്നീ 4 മൂല്യങ്ങളാണ്. മൈത്രിയെ അംബേദ്കറൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ലവിങ് കൈൻഡ്നെസ് എന്നാണ്. ആ ഇംഗ്ലീഷ് പരിഭാഷ വാസ്തവത്തിൽ പര്യാപ്തമല്ല. അത് അംബേദ്കറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി വിശദമാക്കാം. മൈത്രി എന്ന സങ്കല്പം, കരുണ എന്നത് കമ്പാഷൻ എന്ന സങ്കല്പം, മുദിതം എന്നത് എംപതറ്റിക് ജോയ് എന്നാണ് പലപ്പോഴും വിവർത്തനം ചെയ്യാറുള്ളത്. എംപതറ്റിക് ജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആനന്ദത്തിൽ ചേർന്ന് ആനന്ദിക്കാനുള്ള കഴിവ് എന്ന അർത്ഥത്തിലാണ്. ഉപേക്ഷ എന്നത് എല്ലാറ്റിനോടും പുലർത്തുന്ന സമഭാവനയും അത് നൽകുന്ന ഒരു ജീവിതബോധവും എന്നതാണ്. ഈ 4 മൂല്യങ്ങളാണ് മനുഷ്യർക്ക് എത്തിച്ചേരാവുന്ന, സാമൂഹിക ജീവിതത്തിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും സമുന്നതമായ മൂല്യം എന്നാണ് ഈ ബുദ്ധമതം മുമ്പോട്ട് വെച്ച ഒരാശയം. ഇത് ഒരു വ്യക്തിയുടെ സഹജപ്രകൃതത്തിൽ, ബുദ്ധൻ ഭിക്ഷുക്കൾക്ക് നൽകുന്ന ഉപദേശത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എങ്ങനെയാണോ ജലത്തിനും ഭൂമിക്കും കാറ്റിനുമൊക്കെ അതാതിൻ്റെ സഹജ ഗുണങ്ങളുള്ളത്. നിങ്ങൾക്കൊരു അഗ്നിനാളം കൊണ്ട് ജലത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു പാറക്കല്ല് കൊണ്ട് കാറ്റിനെ തടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കുത്തിക്കിളച്ചതുകൊണ്ട് ഭൂമിയെ ഇല്ലാതാക്കാൻ പറ്റില്ല എന്നതുപോലെ ഒന്നുകൊണ്ടും മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയാത്ത മാനുഷികതയുടെ സഹജാടിസ്ഥാനമായിട്ട് മാറേണ്ടതാണ് മൈത്രി എന്ന ഒരാശയം അദ്ദേഹം പറയുന്നുണ്ട്. അംബേദ്കർ പിൽക്കാലത്ത് ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് മറ്റൊരു നിലയിൽ പറയുന്നുണ്ട്. മനുഷ്യരുടെ അറിവ്, ലേണിംഗ് എന്നത് വിസ്ഡത്തിലേക്ക് എത്തണം, പെഡൻട്രിയിലേക്കല്ല, പാണ്ഡിത്യത്തിലേക്കല്ല, വിവേകത്തിലേക്ക് എത്തണം. അങ്ങനെ വിവേകത്തിലേക്ക് എത്തുന്ന അറിവ് അഥവാ വിവേകം എന്ന് പറയുന്നത് 2 തരത്തിലുള്ള പ്രചോദനങ്ങളെ സ്വീകരിക്കണം എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. ഒന്ന്, അത് ധാർമ്മികതയാൽ പ്രചോദിതമാകണം. മറുഭാഗത്ത് കരുണയാൽ, കാരുണ്യത്താൽ അത് പ്രചോദിതമാകണം. ഇങ്ങനെ കാരുണ്യത്താൽ പ്രചോദിതവും ധാർമ്മികതയാൽ നയിക്കപ്പെടുന്നതുമായ വിജ്ഞാനമാണ് വിവേകം. ഈ വിവേകമാണ്, ഈ വിജ്ഞാനബോധമാണ് നമ്മെ മൈത്രീഭാവത്തിലേക്ക് നയിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മൈത്രി എന്നുള്ളത് കേവലമായ ഒരു സാഹോദര്യമോ കേവലമായ സ്നേഹമോ അല്ല. അത് വിജ്ഞാനത്തിൻ്റെ സമുന്നത രൂപമാണ്. അതൊരു ഭാഗത്ത് കാരുണ്യത്തെയും മറുഭാഗത്ത് സമുന്നതമായ ധാർമ്മികതയെയും ഉൾക്കൊള്ളുന്ന ഒരു തത്വമാണ്. ഗോപാൽ ഗുരുവും സുന്ദർ സരൂക്കായും കൂടി എഴുതുന്ന പഠനത്തിൽ അവർ മൈത്രിയെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നത് സോഷ്യൽ എത്തിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാകാൻ പോകുന്ന ഒരു മൂല്യമാണ് ഈ മൈത്രി എന്നത്. സൊസൈറ്റൽ, സോഷ്യൽ എന്നത് ഒരു കളക്റ്റീവ് അല്ല, വെറുതെ ഒരു കൂട്ടത്തിൻ്റെ പേരല്ല സാമൂഹികം എന്നുള്ളത്. ആ കൂട്ടത്തെ കൂട്ടിച്ചേർക്കുന്ന ഒരു എത്തിക്കൽ ഡൊമെയിനുണ്ട്. ആ എത്തിക്കൽ ഡൊമെയിനെ രൂപപ്പെടുത്തുന്നത് മൈത്രി ഭാവമാണ്. ഇങ്ങനെ ബൗദ്ധചിന്തയിൽ മൈത്രി എന്ന സങ്കല്പം അതിൻ്റെ പ്രാഥമികമായ അർത്ഥത്തിൽ നിന്നെല്ലാം വിപുലീകൃതമായി അതിനെ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ആധാരം ഒരു ഭാഗത്ത്, വ്യക്തികളുടെ പ്രകൃതത്തിലും വ്യക്തികളുടെ ഉണ്മയിലും അടിയുറച്ച് നിൽക്കുന്ന, അഥവാ വ്യക്തികളുടെ ഉണ്മയെ സാധ്യവും സാധുവുമാക്കുന്ന തത്വം എന്ന നിലയിൽ മറുഭാഗത്തും, അങ്ങനെ സാമൂഹികം വ്യക്തിപരം എന്ന വിഭജനത്തെ മറികടക്കുന്ന മട്ടിൽ ബൗദ്ധദർശനം മുമ്പോട്ട് വച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പം കൂടിയാണ് മൈത്രി എന്നത്. അത് കമ്പാഷനോ അത് മറ്റു തരത്തിലുള്ള സഹാനുഭൂതിക്കോ കരുണയ്ക്കോ ആ അംശം കുറവാണ്. അത് പിന്നീട് അംബേദ്കർ ചർച്ചയിൽ പറയുന്നുണ്ട്. അതെല്ലാം കൂടുതൽ വ്യക്തിപരമാകുന്നുണ്ട്. ഇത് ഒരേ സമയത്ത് വ്യക്തിയിലും സമൂഹത്തിലും പ്രവർത്തിക്കുകയും ആൾക്കൂട്ടത്തിൽ നിന്ന് സാമൂഹിക എന്ന് പറയുന്ന മാനത്തിലേക്ക് മനുഷ്യാവസ്ഥയെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന മൂല്യം എന്ന നിലയിലാണ് മൈത്രി എന്ന ആശയത്തെ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തത്. അങ്ങനെ ബുദ്ധമതമാണ്
ആ സങ്കല്പത്തെ ഒരു ആധാരതത്വമാക്കി എടുത്തത്. പക്ഷേ പിൽക്കാലത്ത് ഹീനയാനം, മഹായാനം തുടങ്ങിയ വിഭജനങ്ങളും അതിൻ്റെ അനുഷ്ഠാനക്രമങ്ങളും ഒക്കെ വന്നതോടെ മൈത്രി സങ്കല്പം ബുദ്ധമതത്തിൽ തന്നെ ഏതാണ്ട് ദുർബലപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഇന്ത്യയിലെ ഒരു ചിന്തയിൽ അതിനൊരു പ്രാധാന്യം വരുന്നത് 1950-കൾക്ക് ശേഷം അംബേദ്കർ ബുദ്ധമതത്തെ തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അതുകൊണ്ട് മൈത്രി എന്നത് ബുദ്ധമതത്തിൽ തുടങ്ങുന്നു എന്ന് കരുതുമ്പോൾ തന്നെ അതിന് ചില പൂർവ്വ സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ആ പൂർവ്വ സന്ദർഭങ്ങളുടെ വെറും ഒരു തുടർച്ചയല്ല ബുദ്ധമതത്തിലെ മൈത്രീഭാവം എന്നുകൂടി കാണേണ്ടതുണ്ട്. വളരെ വിപുലമായി പറയേണ്ട ഒരു കാര്യമാണ്. 40 മിനിറ്റാണ് നമുക്കെന്നുള്ളത് കൊണ്ട് അതിലേക്ക് അധികം കടക്കാൻ സമയമില്ല. ഇവിടെ ഉപനിഷത്തിലൊക്കെ മൈത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. യോഗസൂത്രയിൽ മൈത്രി, കരുണ, മുദിത സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ നിന്ന് ബുദ്ധദർശനത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതിനൊരു സാമൂഹ്യപരമായ കാഴ്ചപ്പാടുണ്ടായെന്നുള്ള. യോഗയിൽ അത് തികച്ചും വ്യക്തിപരമായ സന്തോഷം, ആനന്ദം എന്ന് പറയുന്ന ഒന്നായാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇതിനൊരു സാമൂഹ്യപരമായ വശമാണ്. ആ സാമൂഹ്യപരമായ വശം എന്നെനിക്ക് തോന്നുന്നത് ചാതുർവർണ്ണ്യത്തിനെതിരെ മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ആണോ എന്നതൊരു സംശയമുണ്ട്. അതെ, ബുദ്ധനെ സംബന്ധിച്ച് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്താ പാരമ്പര്യത്തിനകത്ത് പൊതുവിലുള്ള ഒരു പ്രശ്നം ഈ വ്യഷ്ടി സമഷ്ടിന്ന് ഇന്ത്യയിലും വ്യക്തി സമൂഹമെന്ന് പാശ്ചാത്യ ചിന്തയിലുമൊക്കെ വരുന്ന ഒരു വിഭജന യുക്തിയുണ്ട്. അതിപ്പോൾ എന്താ പറയുക, വ്യക്തിയെ അതിൽ തന്നെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ടാണ് പാശ്ചാത്യ ദർശനം പൊതുവെ 18-ാം നൂറ്റാണ്ടോ 17-ാം നൂറ്റാണ്ട് മുതലോ വികസിച്ച് വരുന്നത്. ഇന്ത്യൻ പാരമ്പര്യത്തിലാകട്ടെ എന്താ പറയുക, പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിഭൗതികമായ ഒരു കേവല ചൈതന്യത്തിൻ്റെ ഭിന്നപ്രകാരങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ മനുഷ്യജീവൻ അടക്കമുള്ളവയെ കാണാൻ തുടങ്ങുന്നതോടെ അവയ്ക്ക് അവയുടേത് മാത്രമായൊരു ഉണ്മ ആണ് പലപ്പോഴും കൈവരുക. അതിന് സഹജമായൊരു സാമൂഹികതയില്ല. ഈ സഹജമായ സാമൂഹികതയെ വ്യക്തിയുടെ ആധാരതത്വമാക്കുക എന്നത് മൈത്രി സങ്കല്പത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോപാൽ ഗുരുവും സുന്ദർ സാരൂക്കായും ഒക്കെ നമ്മുടെ എവരിഡേ എക്സ്പീരിയൻസിലെ ഒരു സോഷ്യലിനെ സാധ്യമാക്കുന്ന ഒരു ബേസിക് എത്തിക്സ് ആണ് അതെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ജാതി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്കിടയിലുള്ള ഈ എത്തിക്കലായ ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലിനെ അസാധ്യമാക്കുകയും വിഭജിതാവസ്ഥയെ മാനുഷികതയുടെ സ്വാഭാവിക പ്രകൃതമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിസ്വത്വത്തിന് മറ്റൊരു വ്യക്തിസ്വത്വവുമായി സാഹോദര്യം സാധ്യമല്ലാത്ത മട്ടിൽ മനുഷ്യരെ കേവലമായ സ്ഥാനങ്ങളായി അംബേദ്കർ പറയുന്ന ഗ്രേഡഡ് ഇനീക്വാലിറ്റി എന്ന് പറയുന്ന അസമത്വത്തിൻ്റെ പല പല തട്ടുകളിൽ സുനിശ്ചിതമാക്കി നിർത്തുകയാണ്. ഈ സുനിശ്ചിതത്തിന് എതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഷെയറിംഗ് സ്പേസാണ് മൈത്രി മുമ്പോട്ട് വയ്ക്കുന്നത്. മൈത്രി സാധ്യമാവുന്നത് നിശ്ചയമായും ഒരാളിലല്ല, ഒരു കൂട്ടത്തിലല്ല. അത് സാമൂഹികതയുടെ സാർവത്രികതയിൽ മാത്രം സാധ്യമാകുന്ന ഒന്നായിട്ടാണ് മൈത്രി എന്ന ആശയം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉപനിഷത്തുകളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും ഔപനിഷത്തികമായ യുക്തിയിലല്ല മൈത്രി നിൽക്കുന്നത്. ആ സങ്കല്പത്തെ വ്യക്തിപരതയിൽ നിന്ന് സാമൂഹികതയിലേക്കും ആധ്യാത്മികതയിൽ നിന്നൊരു സോഷ്യൽ എത്തിക്സ് എന്നതിലേക്കും വികസിപ്പിച്ചുകൊണ്ടാണ് അംബേദ്കറുടെ ചിന്തയിൽ അത് വരുന്നത്. അതിനു മുമ്പ് അത് ഒട്ടൊക്കെ വ്യക്തിപരമാണ്, ഒട്ടൊക്കെ ആധ്യാത്മികമാണ്. അംബേദ്കറിൽ അത് ബുദ്ധമതത്തിൽ അത് സാമൂഹികമാണ്. ബുദ്ധമതത്തിൽ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭൗതിക ജീവിത പ്രയോഗത്തിൻ്റെ തലം കൈവരിക്കുന്ന ഒന്നുമാണ്. ആ നിലയിൽ ജാതിവിരുദ്ധമായ തൻ്റെ ദർശനത്തിൻ്റെ കാതലായി ഈ മൈത്രി എന്ന ആശയം വരുന്നുണ്ട്. ഇപ്പോൾ ബുദ്ധനെ മുൻനിർത്തി ചണ്ഡാലഭിക്ഷിക എഴുതുന്ന സമയത്ത് ആശാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആശാൻ മൈത്രിയെ അംബേദ്കറൊക്കെ കൊണ്ടുവരുന്നതിന് വളരെ മുമ്പ് 1923 ആശാൻ ചണ്ഡാലഭിക്ഷികയിൽ മൈത്രി അവതരിപ്പിക്കുന്നുണ്ട്. അത് വളരെ സവിശേഷമായ രൂപത്തിലാണ്. അമ്മതൻ നഞ്ഞു ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂ അമൃതാക്കും മൈത്രി എന്നാണ് ആശാൻ എഴുതുന്നത്. ചോരയെ മുലപ്പാലാക്കി മാറ്റുന്നു.
ചോരയാണ്, പക്ഷെ അത് മുലപ്പാലായി തീരുന്നത്, ഈ സ്നേഹാനുഭൂതിയായി മാറുന്നത് മനുഷ്യരിൽ സഹജമായിട്ടുള്ള മൈത്രീഭാവം കൊണ്ടാണ്. ഒരു നിലയ്ക്ക് ഇത് നോക്കിയാൽ ഗാന്ധി പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തും. ഞാനത് അവസാന ഘട്ടത്തിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് പറയാം. അങ്ങനെ വ്യക്തിപരതയിൽ നിന്ന് സാമൂഹികതയിലേക്കും അധ്യാത്മത്തിൽ നിന്ന് ഭൗതികമായൊരു ജീവിത പ്രയോഗത്തിലേക്കുമുള്ള സമത്വഭാവനയുടെ ഒരു നൈതിക ആധാരം എന്ന നിലയിലാണ് മൈത്രി ബുദ്ധദർശനത്തിൽ വേരു പിടിച്ചത്, അല്ലെങ്കിൽ അതിൽ മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ബ്രഹ്മവിഹാരങ്ങളിൽ ആദ്യത്തേതായി ഉപേക്ഷയും മുദിതവും കരുണയുമൊക്കെ പിന്നാലെ വരുമ്പോൾ ഒന്നാമത്തെ പദവി വാസ്തവത്തിൽ മൈത്രി എന്ന സങ്കല്പത്തിന് കൊടുക്കുകയും ചെയ്യുന്നത്. ബുദ്ധനെയും ബുദ്ധദർശനവും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗുരു കേരളത്തിലുണ്ട്, ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ഈ ദർശനങ്ങളുടെ ഒരു വിധേയത്വം കാണാൻ പറ്റും. സോദരത്വേന വാഴുന്ന എന്ന് ഗുരു പറയുന്നതിൻ്റെ അടിസ്ഥാനവും ഒരു പക്ഷേ നമുക്ക് ഈ മൈത്രിയിലേക്ക് കാണാം. ആരാണ് സോദരൻ എന്ന് ചോദിച്ചാൽ എനിക്ക് തുല്യനായവനാണ് എൻ്റെ സോദരൻ. ആ തുല്യനായവൻ എനിക്ക് മൈത്രി ഉള്ള ആൾ എന്ന് പറയുമ്പം ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയാണ്. ആ ഒരു എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ ഇത് സ്വാധീനിച്ചത്? എത്രമാത്രം ആഴത്തിൽ ഈ ഒരു കാര്യം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഗുരു നമുക്കൊക്കെ അറിയുന്നത് പോലെ ഗുരു പരിവർത്തനത്തിനെതിരായിരുന്നു. താൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സ്വാഭാവിക വക്താവാണ് എന്ന് അദ്ദേഹം കരുതിയിരുന്നുമില്ല. അതേസമയം തത്വശാസ്ത്രപരമായിട്ട് അദ്വൈതത്തിൻ്റെ വീക്ഷണങ്ങളെ ഗുരു ഒരിക്കലും പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞിട്ടുമില്ല. അതും നാം കാണേണ്ടതുണ്ട്. അദ്വൈതത്തിലേക്ക് ഗുരു കൊണ്ടുവരുന്ന സുപ്രധാനമായ ഒരു ഘടകം എന്താ പറയുക, ഭവപരമായി അദ്വൈതത്തിൻ്റെ ഒരന്തരീക്ഷത്തെ അല്ലെങ്കിൽ മൂല്യങ്ങളെ നിലനിർത്തുമ്പോൾ തന്നെ സാമൂഹികമായി ബൗദ്ധമായ ഒരു ഉള്ളടക്കത്തെ അതുമായി കൂട്ടിച്ചേർക്കുക എന്ന ഒരു വളരെ സങ്കീർണമായിട്ടുള്ള വളരെ വ്യത്യസ്തമായ രണ്ട് ചിന്താപദ്ധതികളാണ് ബുദ്ധദർശനവും അദ്വൈത വേദാന്തവും. അപ്പം ബൗദ്ധദർശനത്തിൻ്റെ ശൂന്യതാവാദം ഒരിക്കലും വേദാന്തികൾക്ക് സ്വീകാര്യമല്ല. അന്തിമമായൊരു ശൂന്യത എന്നത് വേദാന്തിക്കോ ഗുരു തന്നെയും ആ ശൂന്യതാവാദത്തിൻ്റെ വക്താവല്ല. പക്ഷേ ബുദ്ധദർശനം മുമ്പോട്ട് വെച്ച സാമൂഹികത എന്ന സങ്കല്പം ഗുരുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ചും ജാതി വിമർശനത്തിൻ്റെ സന്ദർഭത്തിൽ. ഗുരു ഞാൻ കരുതുന്നത് അതുകൊണ്ട് രണ്ട് നിലയിലാണ് ഇതിനെ അഭിസംബോധന ചെയ്തത്. ഒന്ന്, ഈ അദ്വൈതമെന്ന് പറയുന്നതിനെ അക്കാലം വരെ ഉണ്ടായിരുന്ന അതിൻ്റെ ധ്യാനാത്മകമോ അതിഭൗതികമോ വ്യക്തിവാദപരമോ ഒക്കെയായ അനുഭവമണ്ഡലത്തിൽ നിന്ന് അതിനെ ഒരു സാമൂഹിക പ്രയോഗമൂല്യമാക്കാൻ കഴിയുമോ എന്ന് ആരായുന്നു. ഈ ആരായലിൻ്റെ ഭാഗമായിട്ടാണ് ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏകീഭാവം എന്നതിൽ നിന്ന് ആത്മവും അപരവും തമ്മിലുള്ള ഏകീഭാവം എന്നതിലേക്ക് ഊന്നൽ മാറുന്നത്. അത് ബ്രഹ്മനിരാസമാണ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ അപരം എന്നത് ഇന്ത്യൻ തത്വചിന്തയിലോ അധ്യാത്മ വിചാരത്തിലോ നേടിയിട്ടില്ലാത്ത എത്രയോ വിപുലമായ സ്ഥാനം ഗുരുവിൽ നേടുന്നുണ്ട്. നിങ്ങൾ ആത്മോപദേശതകം വായിച്ചു നോക്കിയാൽ അലമാല പോലെ ഈ വാക്കിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാൻ കഴിയും. ഗുരു അദ്വൈതം ഏകം എന്ന തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് അമൂർത്തമായ ഒരു ബ്രഹ്മചൈതന്യവുമായി ആത്മത്തിന് കൈവരുന്ന തന്മയീഭാവം എന്നതിനേക്കാൾ കൂടുതൽ, ഒരുപക്ഷെ അതിനെ നിരസിക്കാതെ തന്നെ അത് അപരവുമായ ആത്മത്തിന് കൈവരുന്ന തന്മയീഭാവം എന്ന നിലയിലാണ്. പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്ന് പറയുകയും അപരപ്രിയ ഹേതുത്വം എന്നതിൽ ഊന്നുകയും അപരമെന്നതിനെ ആത്മത്തിൻ്റെ ആധാരമാക്കി നിരന്തരം പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വഴി. അതുവഴി സംഭവിക്കുന്നത് അദ്വൈതത്തിൻ്റെ തന്നെ ഏകഭാവനയ്ക്ക് അതുവരെ ഇല്ലാത്തൊരു സാമൂഹികതയും അതുവരെ ഇല്ലാത്ത സാഹോദര്യഭാവവും കൈവരുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സാഹോദര്യ ഭാവനയെ തത്വശാസ്ത്രപരമായ ഒരാശയം എന്ന നിലയിൽ അല്ലെങ്കിൽ സങ്കല്പനപരമായി കെട്ടിത്തളയാൻ അനുവദിക്കാതെ, പണ്ഡിതന്മാരുടെ ഒരു വിചാരശീലം, പണ്ഡിതന്മാരുടെ ആലോചനാ വിഷയം എന്ന നിലയിൽ അവസാനിക്കാൻ അനുവദിക്കാതെ അതിനൊരു അനുഭവമൂല്യം നൽകാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്നതാണ്. ഈ അനുഭവമൂല്യത്തെയാണ് അദ്ദേഹം പിന്നീട് അനുകമ്പ എന്ന് വിശേഷിപ്പിച്ചത്.
914-15 ഘട്ടത്തിൽ അനുകമ്പാ ദശകം എഴുതുന്ന സമയത്ത് ഈ അനുകമ്പ എന്നത് വാസ്തവത്തിൽ മൈത്രി എന്ന ആശയത്തിൻ്റെ ഒരു നിലയിലുള്ള സാമൂഹിക മാനമായിട്ട് അല്ലെങ്കിൽ പുനരാവിഷ്കാരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം ആ ഗുരു ബുദ്ധമതത്തിലേക്ക് നേർക്ക് നേരെ ചെന്നു എന്നല്ല. ബുദ്ധമതത്തിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ട സി വി കുഞ്ഞിരാമനോടോ മിതവാദി കൃഷ്ണൻ വക്കീലിനോടോ ഒന്നും ഗുരു ആ കാര്യത്തിൽ യോജിക്കുകയും ചെയ്തിരുന്നില്ല. മതപരിവർത്തനവാദത്തെ കുമാരനാശാൻ ഖണ്ഡിക്കുന്നത് തന്നെ അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെതിരാണ് എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടുമാണ്. അതുകൊണ്ട് ഗുരു അങ്ങനെ, കാരണം ഗുരുവിനെ സംബന്ധിച്ച് ഈ ഒരു ബുദ്ധമതം മുമ്പോട്ട് വയ്ക്കുന്ന കരുണ എന്ന തത്വം, വേദാന്തം മുമ്പോട്ട് വയ്ക്കുന്ന ഏകം എന്ന തത്വത്തിൽ നിന്ന് ഭിന്നമല്ല എന്നൊരു പൊസിഷനാണ് ഗുരു എടുക്കുന്നത്. ഈ അഭിന്നതയെ എങ്ങനെ അനുഭവമാക്കാം, ഇത് രണ്ടും ഒന്നായി സങ്കല്പിച്ചാൽ ഈ അഭിന്നതയെ എങ്ങനെ അനുഭൂതമാക്കാം, എങ്ങനെയാണ് നിങ്ങൾക്കതിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, സമൂഹത്തിൻ്റെ ജീവിതത്തിൽ പ്രയുക്തമാക്കാൻ കഴിയുക എന്ന ചോദ്യത്തിലേക്കാണ് ഒരു നിലയ്ക്ക് ആത്മോപദേശ ശതകം തത്വശാസ്ത്രപരമായിട്ടും അനുകമ്പാ ദശകം അനുഭൂതിനിഷ്ഠമായിട്ടും സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധമതം മുമ്പോട്ട് വച്ച ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതി വിമർശനപരമായി ബുദ്ധമതം ഉയർത്തിക്കൊണ്ടുവന്ന സാമൂഹിക ബോധത്തെ, അതിൻ്റെ സാഹോദര്യ ഭാവനയെ താൻ സ്വാംശീകരിച്ച തത്വശാസ്ത്രപരമായ ഉള്ളടക്കത്തിലേക്ക് സന്നിവേശിപ്പിക്കുക വഴി വാസ്തവത്തിൽ തത്വശാസ്ത്രത്തിൻ്റെ പഴയ വ്യവഹാരത്തെ അതേപടി നിലനിർത്തുകയുമല്ല ഗുരു ചെയ്യുന്നത്. അതിനെ ഗുരു വികസിപ്പിക്കുകയോ അതിൻ്റെ അതിർത്തിയെ തള്ളി മാറ്റുകയോ, ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു തോന്നലിൽ ഭവപരമായി തന്നെ, ഒണ്ടോളജിക്കലായി തന്നെ അതിനെ അദ്ദേഹം പുനർനിർവചിക്കുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഗുരുവിലുള്ള വേദാന്തികമായ അംശങ്ങളെ ഉന്നിപ്പറഞ്ഞ് ഗുരുവിൻ്റെ മൗലികമായ ഈ ഇടപെടലിൻ്റെ ഒരു പ്രാധാന്യത്തെ പിൽക്കാല ദാർശനികർ, അദ്ദേഹത്തിൻ്റെ അനുയായി സമൂഹം പലപ്പോഴും വേണ്ട പോലെ പരിഗണിച്ചില്ല. മറ്റൊരു ഭാഗത്താകട്ടെ ഗുരുവിൻ്റെ സാമൂഹിക ഇടപെടലുകളാണ് യഥാർത്ഥ ഗുരു എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിഷ്കരണ ദൗത്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഗുരുവിൻ്റെ ദാർശനിക ആശയങ്ങളെ ശ്രദ്ധിക്കാത്ത ഒരു തലവും ഉണ്ടായി. ഈ രണ്ട് ഘടകങ്ങൾ, ഗുരുവും ബൗദ്ധ പാരമ്പര്യവും തമ്മിലുള്ള സമയം, 2-3 സ്ഥലത്ത് ഇത് വരുന്നുണ്ട്. ഭൂതദയാ ക്ഷമാബ്ധി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ദൈവദശകത്തിലും നമുക്ക് കാണാൻ പറ്റും, അത് അനുകമ്പാ ദശകത്തിലും കാണാൻ പറ്റും. അവിടെയൊക്കെ ബുദ്ധൻ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമായിട്ട് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ബുദ്ധമതത്തെ ഏകപക്ഷീയമായി ഗുരു ആശ്ലേഷിച്ചു, തൻ്റെ പൊസിഷൻ അതാക്കി മാറ്റി, അല്ലെങ്കിൽ മതപരിവർത്തനത്തിലേക്ക് നീങ്ങി എന്ന അർത്ഥത്തിലല്ല. ഗുരുവിൻ്റെ അനുകമ്പ, ഞാൻ പറയുക, അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ കാറ്റഗറിയാണ്. അതല്ലാതെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്തറ്റിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയേ അല്ല. അതൊരു സോഷ്യോ പൊളിറ്റിക്കൽ കാറ്റഗറി ആയിട്ടാണ് ഗുരു വികസിപ്പിക്കുന്നത്. ആ വികാസ പ്രക്രിയയിൽ ഗുരു ബുദ്ധമതത്തിലെ ഈ മൈത്രി സങ്കല്പത്തെ പല നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് രാവിലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുകയുണ്ടായി. അത് എതിരെയുള്ള ചില വിമർശനം എന്ന് പറയുന്നത് ഭരണഘടനയിലെ ആശയങ്ങളെല്ലാം തന്നെ വൈദേശികമാണ് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലെ ശക്തമായ കരങ്ങളാണ് അംബേദ്കറിൻ്റെതെന്ന് നമുക്കറിയാം. അംബേദ്കറിനെ, അല്ലെങ്കിൽ ഈ ഭരണഘടന മേഖലയിൽ പ്രവർത്തിച്ചവരെ ഈ ഒരു ബുദ്ധൻ്റെ ആശയം മൈത്രി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെ തുല്യത, സമത്വം എന്നൊക്കെയുള്ള ആശയങ്ങൾ വൈദേശികത്തിനപ്പുറത്ത് അത് ബുദ്ധൻ്റെ ബൗദ്ധ ദർശനങ്ങളിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആയിരിക്കാം ഈ ഒരു ഇദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ? അല്ല, അംബേദ്കറേയും നമ്മൾ എന്താ പറയുക, ഒരു നിശ്ചല സ്ഥാനമായിട്ട് വാസ്തവത്തിൽ ഇത്തരം മനുഷ്യരെ ഒന്നും കാണരുത്. നമ്മുടെ ഒരു വിചാര രീതിയുടെ ഏറ്റവും വലിയ തകരാറ് തുടങ്ങിയിടത്ത് തന്നെ നിന്ന് മരിച്ചുപോയ ആളുകളാണ് ഇവരെന്ന് കരുതിയിട്ട് നമുക്കതിൽ താല്പര്യമുള്ള എന്താണോ അതിൽ അവരെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയൊന്നുമല്ല. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. അംബേദ്കർ ഒരു ഘട്ടത്തിൽ പറഞ്ഞ മർമ്മസ്പർശിയായ ഒരു വാക്യമുണ്ട്. എമേഴ്സൺ സേസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യു ഓഫ് എ ഡോങ്കി ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഡോങ്കി ഇൻ മൈസെൽഫ് എന്ന് പറയുന്നുണ്ട്. ഒരു കഴുതയുടെ ഗുണമാണ് സ്ഥിരത, നിർത്തിയെടുത്ത് നിൽക്കുക.
അതുകൊണ്ട് ഞാനൊരു കഴുതയല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചിന്തയിലെ പരിവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം 20കളിൽ അദ്ദേഹം വന്ന് മഹത് സത്യാഗ്രഹം, മനുസ്മൃതി കത്തിക്കൽ മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. 30കളിൽ അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഉണ്ടാക്കുന്നു, ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. പിന്നാലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷനിലേക്ക് പോവുകയും റിസർവേഷനുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. പിന്നെ വൈസ്രോയിയുടെ കൗൺസിൽ അംഗമായി ജലവിഭവ കാര്യത്തിൻ്റെയും തൊഴിൽ കാര്യത്തിൻ്റെയും മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ ഭരണഘടനാ അസംബ്ലി അംഗമായി പ്രവർത്തിക്കുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി തീരുന്നു. ആദ്യത്തെ നിയമകാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വൈസ്രോയിയുടെ കൗൺസിലിൽ അംഗമായിരുന്ന ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലുണ്ട്. വൈസ്രോയി കൗൺസിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ അവശിഷ്ടമാണ്. അംബേദ്കർ തന്നെ ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ വളരെ സങ്കീർണമായ ചില ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. 51 വരെ അദ്ദേഹം നിയമമന്ത്രിയായി പ്രവർത്തിക്കുന്നു. 51 രാജിവെച്ചിട്ട് പിന്നെ ഏതാണ്ട് 5 കൊല്ലക്കാലം അദ്ദേഹം ബുദ്ധമതം എന്ന ആശയത്തെ കേന്ദ്രീകരിച്ച്, അത് അപ്പം തുടങ്ങിയതൊന്നുമല്ല, അദ്ദേഹത്തിന് ആദ്യം മുതലേ തന്നെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. പക്ഷേ 51 ശേഷം അദ്ദേഹം ബുദ്ധമതം എന്ന ആശയത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ അവസാന കൃതി അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയില്ല, മരണാനന്തരാണ് പ്രസിദ്ധീകരിച്ചത്, ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ കൃതി പുറത്തു വരികയും ചെയ്യുന്നു. ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മൈത്രി എന്ന ആശയത്തെ വളരെ സവിശേഷമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ജനാധിപത്യം. അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തെ യു ക്യാൻ ഡിഫൈൻ ഡെമോക്രസി ഇൻ 3 സിമ്പിൾ ടേംസ്: ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ 3 തത്വങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ ആധാരം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് ഞാൻ സ്വീകരിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് എന്ന് കരുതുന്നുണ്ടാവും, വാസ്തവത്തിൽ ഞാനിത് സ്വീകരിച്ചത് എൻ്റെ നാഥനായ ബുദ്ധനിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം 30കളിലോ 40കളിലോ ഈ ബുദ്ധ പാരമ്പര്യമാണ് സാഹോദര്യത്തിൻ്റെ അടിസ്ഥാനമെന്ന ഊന്നൽ അത്രയ്ക്കങ്ങ് നൽകുന്നില്ല. പക്ഷേ 50കൾക്ക് ശേഷം അദ്ദേഹം അതിനെ നന്നായി ആ നിലയിൽ കൊണ്ടുവരികയും അതിലദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈത്രി എന്ന സങ്കല്പവും ഫ്രറ്റേണിറ്റി എന്ന സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് അംബേദ്കർ പറയുന്നത്, ഈ ഒന്ന് അത് ഫ്രറ്റേണിറ്റി എന്നത് അടിസ്ഥാനപരമായ ഒരു മാനുഷിക സങ്കല്പമാണ്, മനുഷ്യർക്കിടയിൽ സാധ്യമാകുന്ന ഒരു മൂല്യമാണ്. മൈത്രി അതല്ല, അത് പ്രാപഞ്ചികമാണ്, മുഴുവൻ പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്ന ഒരു മൂല്യമാണ്. മൈത്രിയെ 4 തത്വങ്ങളായിട്ടാണ് അംബേദ്കർ ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മയിൽ നിർവചിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സർവ്വചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം എന്നതാണ്. 2 എല്ലാറ്റിനോടുമുള്ള തുറസ് എന്ന ആശയമാണ്. മൂന്നാമത്തേത് തനിക്ക് കൈവരുന്ന ആനന്ദം അത് സമസ്ത ജീവജാലങ്ങൾക്കും കൈവരണമെന്ന സമർപ്പണ ബോധമാണ്. 4 അത് ആരോടുമുള്ള വെറുപ്പില്ലായ്മയാണ്. അത് മൈത്രിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സുഹൃത്തിനോടെന്ന പോലെ ശത്രുവിനോടും മനുഷ്യനോടെന്ന പോലെ എല്ലാ ജന്തുജാലങ്ങളോടുമുള്ള ലവിങ് കൈൻഡ്നസ്, സ്നേഹപൂർണമായ കാരുണ്യമാണ് മൈത്രി. അതല്ലേ മനുഷ്യവംശത്തിന് ആവശ്യം, അത് കേവല സാഹോദര്യമായാൽ പോരല്ലോ എന്ന് അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അദ്ദേഹം ഈ പാശ്ചാത്യ ചിന്ത ഉയർത്തിക്കൊണ്ടുവന്ന വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെതിരെയുള്ള ഒരു വിമർശനം കൂടി മൈത്രി സങ്കല്പത്തിൽ ഉയർത്തുന്നുണ്ട്. അതായത് സെൽഫ് ആൻഡ് അതർ എന്ന് പറയുന്ന ആ ദ്വന്ദ്വഭാവത്തിനെതിരെ താനും അപരവും, അപരം പ്രകൃതിയാകാം, അപരം മറ്റൊരു രാജ്യക്കാരനാകാം, അപരം മറ്റെന്തുമാകാം, അതിന് പകരം സാർവത്രികമായ ഒരു സംയോഗാവസ്ഥയെ സങ്കല്പിക്കാൻ, മാനുഷികതയുടെ ആധാരമായി സങ്കല്പിക്കാൻ, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ എത്തിക് ഓഫ് ദ സോഷ്യൽ, സാമൂഹികതയുടെ ഒരു നൈതിക തത്വത്തെ ഉറപ്പിച്ചെടുക്കാൻ പര്യാപ്തമായ ഒരു ആശയം എന്ന നിലയിലാണ് അദ്ദേഹം ഈ മൈത്രി എന്ന സങ്കല്പത്തെ കൊണ്ടുവരുന്നത്. ഭരണഘടനാ നിർമ്മാണത്തിൽ അത് അത്രമേൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരാൾക്ക് സംശയമൊക്കെ പറയാം. പക്ഷേ ഭരണഘടനയിൽ അംബേദ്കർ കൂട്ടിച്ചേർത്ത ഏറ്റവും നിർണായകമായ ഒരു ആശയം നമ്മൾ മറന്നുകൂടാ, അത് ഫ്രറ്റേണിറ്റി എന്ന ആശയമാണ്. ഇപ്പോൾ 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലി ചേരുന്നു. 13-ാം തീയതിയാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻസ് നെഹ്റു അവതരിപ്പിക്കുന്നതും. ആ റെസൊല്യൂഷനാണ് പിന്നീട് പ്രിയാമ്പിളായിട്ട് മാറിയത്. അതേക്കുറിച്ച് BN റാവുവിൻ്റെയും മറ്റു പലരുടെയും നോട്ടുകൾ വേറെയുണ്ട്. പക്ഷേ നെഹ്റു അവതരിപ്പിച്ച ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുതൽ BN റാവുവിൻ്റെയോ MN റോയിയുടെയോ നാരായണ അഗർവാൾ ഉണ്ടാക്കിയ ഗാന്ധിയൻ ഭരണഘടനയുടെയോ ഒന്നും ഉള്ളടക്കത്തിലില്ലാത്തൊരു സങ്കല്പമാണ് ഫ്രറ്റേണിറ്റി എന്ന സങ്കല്പം.
അത് അംബേദ്കർ പ്രിയാമ്പിളിൽ സവിശേഷമായിട്ട് ചേർക്കുകയും 2 വിശദീകരണങ്ങൾ ഈ ഫ്രറ്റേണിറ്റിക്ക് അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. ഒന്ന് ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നതാണ്, ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. ഇത് രണ്ടും 2 കാര്യമല്ല. വ്യക്തിയുടെ അന്തസ്സിലാണ് രാഷ്ട്രത്തിൻ്റെ ഐക്യം നിലനിൽക്കുക എന്നത്. ഞാൻ നേരത്തെ മൈത്രിയെക്കുറിച്ച്, ബൗദ്ധ തത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. അത് ഒരേ സമയം വ്യക്തിപരവും അതേസമയം സാമൂഹികവുമാണ്. അതായത് അംബേദ്കർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണെങ്കിലും വ്യക്തിഗതമായ സ്വാതന്ത്ര്യബോധം മറ്റുള്ള ആളുകളുടെ സമത്വവാഞ്ചയ്ക്കെതിരായി തീരും. സമൂഹത്തിൻ്റെ അതിരുകവിഞ്ഞ സമത്വഭാവന വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തും. ഇതാണ് മുതലാളിത്തത്തിൻ്റെയും നിലനിൽക്കുന്ന സോഷ്യലിസത്തിൻ്റെയും പരിമിതികളായിട്ട് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഈ വൈരുദ്ധ്യം എങ്ങനെ പരിഹരിക്കാം? എൻ്റെ സ്വാതന്ത്ര്യബോധം മറ്റൊരാളുടെ ജീവിതത്തിന് എതിരാകാതെ, സമൂഹത്തിൻ്റെ സമത്വഭാവന വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കാതെ എങ്ങനെ ഒരു സമൂഹത്തിൽ നിലനിൽക്കും? അതിനുത്തരമായിട്ട് അംബേദ്കർ പറഞ്ഞത് അത് വ്യക്തികളിൽ നിലീനമായിരിക്കുന്ന സാഹോദര്യഭാവം കൊണ്ടേ സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ കാതലേത് എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യവും സമത്വവും പോലുമല്ല, അത് സാഹോദര്യമാണ്, അതൊരു മൂല്യവ്യവസ്ഥയാണ് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്രറ്റേണിറ്റി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായി, ഒരു പൊളിറ്റിക്കൽ അഫക്റ്റായി മാറിത്തീരുന്നു എന്നുള്ളത് കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അത് വ്യക്തിസ്വാതന്ത്ര്യം, സമത്വം മുതലായ രാഷ്ട്രം നിർമ്മിക്കുന്ന നിയമാവലികളല്ല, മനുഷ്യരിൽ നിലീനമായിരിക്കുന്ന അടിസ്ഥാന ധാർമ്മികതയിലാണ് ജനാധിപത്യം നിലനിൽക്കുക. ആ ധാർമ്മികതയെ വ്യക്തിപരതയ്ക്കപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ധാർമ്മികതയ്ക്ക് സാമൂഹികമായ, പ്രാപഞ്ചികമെന്ന് വിളിക്കാവുന്ന അത്രയും വ്യാപ്തി നൽകേണ്ടതുണ്ട് എന്നതാണ് വാസ്തവത്തിൽ ഈ മൈത്രി എന്ന സങ്കല്പത്തിൽ നമ്മൾ കാണുന്നത്. ആശാൻ ചണ്ടാലഭിക്ഷയിൽ എഴുതുന്ന ഒരു വരിയുണ്ട്, എന്നെ തുടർന്നെഴും ജന്തു ജന്മ പരമ്പരയിലെ കണ്ണി ഓരോന്നിലും പിന്നെ എന്നെ തന്നെ ഞാൻ കാണുമു എന്ന് എഴുതുന്നുണ്ട്. ഈ ജന്മപരമ്പരയായി വരുന്ന ജന്തുജാലങ്ങളുടെ വിശാലമായൊരു ശൃംഖലയിൽ ഞാൻ എന്നെ കൂടി കാണുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിപുലമായ പ്രകൃതിബോധമെന്നോ പ്രാപഞ്ചിക ബോധമെന്നോ വിളിക്കാവുന്ന ഒരു മൂല്യത്തിലേക്ക്, മാനുഷികമായ ഒരു രാഷ്ട്രീയ ആദർശം എന്നതിൽ നിന്ന് ഫ്രറ്റേണിറ്റിയെ വികസിപ്പിക്കുകയാണ് അംബേദ്കർ അവസാന കാലത്ത് ചെയ്തത്. അത് മിത്രത്തോടെന്ന പോലെ ശത്രുവിനോടും മനുഷ്യനോടെന്ന പോലെ സമസ്ത ജന്തുജാലങ്ങളോടും എന്ന് അദ്ദേഹം മൈത്രി ഭാവത്തെ നിർവചിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അംബേദ്കറുടെ ഈ ഘട്ടമെത്തുമ്പോഴേക്കും ഒരുപക്ഷെ 30കളിലും 40കളിലും ഒക്കെ അദ്ദേഹം വച്ച് പുലർത്തിയിരുന്ന ചില നിലപാടുകളോട് അദ്ദേഹത്തിൻ്റെ ഈ വീക്ഷണം വേറിട്ട് മാറുന്നുണ്ട് എന്നത് ശരിയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുക ആ ദിവസത്തെക്കുറിച്ച് എഴുതിയ ഒരു കാര്യം, അന്ന് എഴുതിയത് അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ പതനമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആ ദിവസം എഴുതുന്നുണ്ട്. പക്ഷെ അംബേദ്കർക്ക് ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 1956 നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വാക്യം 1956 മാർച്ചിൽ ആഗ്രയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. റിലീജിയൻ എന്നുള്ളത് പരമ്പരാഗതമായ അർത്ഥത്തിലല്ല, റിലീജിയൻ ഓഫ് വാല്യൂസ് പ്രിൻസിപ്പിൾസ് എന്ന അർത്ഥത്തിലാണ്, റിലീജിയൻ ഓഫ് കസ്റ്റംസ് എന്ന അർത്ഥത്തിലല്ല. അത് രാഷ്ട്രീയമായൊരു സമര വിജയത്തിന് ആവശ്യമാണ് എന്നും അതിന് ഇന്ത്യയിൽ നിന്ന് സാധ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട, നോക്കൂ, അദ്ദേഹം തൻ്റെ ബുദ്ധമതത്തിന് വേറൊരു പേര് കൊടുത്തത് നിങ്ങൾക്കറിയാമല്ലോ, നവയാനം എന്നാണ്. അത് ഹീനയാനവും മഹായാനത്തിനും അപ്പുറം ഒരു നവയാനമായി ബൗദ്ധ ദർശനത്തെ തന്നെ ഒരു രാഷ്ട്രീയ ഭാവനയുടെ ആധാരമാക്കി അദ്ദേഹം മാറ്റുന്നുണ്ട്. രാഷ്ട്രീയ ഭാവനയുടെ ആധാരം എന്ന നിലയിൽ അദ്ദേഹം ആ രാഷ്ട്രീയ ഭാവനയുടെ ആധാരമായിട്ട് അദ്ദേഹം ഉറപ്പിച്ചെടുത്ത ഒരു സങ്കല്പമാണ് ഈ മൈത്രി എന്നത്. അത് ഭരണഘടനയിൽ വേണ്ട പോലെ റിഫ്ലക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സംശയം വരും. പക്ഷേ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ പിൽക്കാലത്ത് അതുണ്ട്. അതിലൂടെയാണ് സംഭവിച്ചതെന്താ വെച്ചാൽ 1956 അദ്ദേഹം മരിച്ചതോടെ, അതിന് 2 ആഴ്ച മുമ്പാണല്ലോ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക്, ഒക്ടോബർ 14 ബുദ്ധമതത്തിലേക്ക് അദ്ദേഹം അനുയായി 5 ലക്ഷത്തോളം ആളുകളോടൊപ്പം മതപരിവർത്തനം ചെയ്യുന്നത്. ഡിസംബർ 1 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പൊളിറ്റിക്കൽ പ്രാക്ടീസ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് വാസ്തവത്തിൽ ഒരു വ്യക്തതയുമില്ല. അദ്ദേഹം എങ്ങനെയാണ് ബുദ്ധമതത്തെ, ആകെ അദ്ദേഹം ചെയ്തൊരു കാര്യം, നിലവിലുള്ള ബൗദ്ധാചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക ഒരു കൂട്ടമത പരിവർത്തനത്തിൻ്റെ ഒരു പ്രയോഗം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി.
അതിൻ്റെ ചില തത്വങ്ങൾ 22 തത്വങ്ങൾ പ്രതിജ്ഞകൾ എടുക്കണം എന്ന് പറയുകയും ആ പ്രതിജ്ഞകൾ സ്വയം ചൊല്ലിക്കൊടുക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു. അതെല്ലാം പരമ്പരാഗത ബുദ്ധമത രീതികളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ കൂടിയാണ്. ഒരു പൊളിറ്റിക്കൽ റിലീജിയൻ എന്ന നിലയിലേക്ക് ബുദ്ധമതത്തെ, പൊളിറ്റിക്കൽ എന്ന് ഞാൻ പറയുന്നത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥത്തിലല്ല, സാമൂഹികമായ നൈതികതയെ ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മതം എന്ന നിലയിലേക്ക് ബുദ്ധമതത്തെ ആധുനിക കാലത്തേക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കാനായിരുന്നു നവയാനം എന്ന തത്വം വഴി അദ്ദേഹം ശ്രമിച്ചത്. അത് പക്ഷേ ഫലിച്ചു എന്ന് പറഞ്ഞുകൂടാ, പലതും പോലെ. ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാനുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മൈത്രി എന്ന ഒരാശയത്തിൻ്റെ രൂപപരിണാമത്തെക്കുറിച്ചാണ് സുനിൽ പി ഇളയിടം നമ്മളോട് ഇത്ര നേരം സംവദിച്ചത്. സദസ്സിൽ നിന്നും ചില പ്രതികരണങ്ങൾ വേണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെ സമയം കൂടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വിഷയാവതരണം താൽക്കാലികമായി നിർത്തിവെച്ചത്. അതുകൊണ്ട് ആർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ചോദ്യം ചോദിക്കുമ്പം ദയവ് ചെയ്ത് അതിൻ്റെ ജിസ്റ്റായി ചോദിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പം തികച്ചും വ്യത്യസ്തമായ ഈ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിൽ ചോദിക്കരുത് എന്നുകൂടി അറിയിക്കാൻ. സുനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, മനോഹരമായിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സംശയം, അതായത് BC 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതം ഉണ്ടായത്. പിന്നീട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതമുണ്ടായി. ഇപ്പോൾ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച കാരുണ്യം, മൈത്രി, ഈ അടിസ്ഥാനത്തിലായിരുന്നു മുഹമ്മദ് നബി ക്രിസ്ത്യാനികളോടും ദൂതന്മാരോടൊക്കെ പെരുമാറിയത്. അപ്പോൾ ഈ ബുദ്ധമതത്തിലെ ഈ കാരുണ്യം, ഈ മൈത്രി, അതും ഈ ഇസ്ലാം മതവുമായിട്ട് ബന്ധമുണ്ടോ? ഇതാണ് എൻ്റെ സംശയം. നോക്കൂ, അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, മൂല്യങ്ങൾ എന്ന നിലയിൽ മതങ്ങൾ പങ്കുവയ്ക്കുന്ന അടിസ്ഥാനങ്ങൾ തമ്മിൽ വലിയ ചേർച്ചയുണ്ടാവും. ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് സാഹോദര്യത്തിനോ, സാഹോദര്യം എന്നത് കരുണയ്ക്കോ, കരുണ എന്നത് ഏകതയ്ക്കോ ഒന്നും എതിരല്ല. പക്ഷെ ഒരു മതത്തെ മതമാക്കുന്ന അതിൻ്റെ എത്തിക്കൽ കോറ് മാത്രമല്ലല്ലോ, അതിൻ്റെ തിയോളജി ഉണ്ട്, അതിൻ്റെ റിച്വൽ പ്രാക്ടീസസ് ഉണ്ട്, ക്ലർജി ഫോംസ് ഉണ്ട്, അങ്ങനെ എത്രയോ ഘടകങ്ങൾ ചേർന്നാണ് ഒരു മതം വരുന്നത്. ഗുരുവിൻ്റെ തന്നെ തത്വം എന്തായിരുന്നു? മതത്തെ നിങ്ങൾ മൂല്യമായിട്ട് കാണണം, അങ്ങനെയാണെങ്കിൽ പിന്നെ മതഭേദം ഇല്ല എന്നാണ്. ഗുരുവിൻ്റെ തത്വം അതാണ്. മതത്തെ മൂല്യമായി കണ്ടാൽ മതഭേദമില്ല. ആചാരമായിട്ടും പൗരോഹിത്യമായിട്ടും സ്ഥാപനമായിട്ടും ദൈവശാസ്ത്രമായിട്ടും കണ്ടാൽ ഭേദമുണ്ട്. അപ്പം എന്തിനായിട്ട് മതത്തെ കാണണം? അതുകൊണ്ട് എല്ലാ മതത്തിൻ്റെയും കാതലായ അതിൻ്റെ നൈതികാധാരങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ച് പരിശോധിക്കാൻ താരതമ്യേന നമുക്ക് കഴിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചരിത്രത്തിൽ ഒരു മതവും അതിൻ്റെ കേവല മൂല്യമായിട്ട് നിലനിന്നിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് മതം മൂല്യമാണെന്ന് പറയാം, പക്ഷെ മൂല്യമാത്രമായി മതം ചരിത്രത്തിൽ നിലനിന്നോ? ഒരിക്കലും നിലനിന്നിട്ടില്ല. അതുകൊണ്ട് മൂല്യമാത്രമായ മതമെന്നത് മതത്തെക്കുറിച്ചുള്ളൊരു ആദർശമാണ്. മിക്കവാറും മതങ്ങളുടെ ചരിത്ര ജീവിതവും സ്ഥാപന സംവിധാനവും ഈ മൂല്യമാത്രമായ മതത്തിൻ്റെ വിപരീത ദിശയിലാണ് നിലനിന്നത്. സാഹോദര്യമെന്ന് പറഞ്ഞ് കൊടിയ യുദ്ധങ്ങൾ നടത്തി, സ്നേഹമെന്ന് പറഞ്ഞ് കുരിശുയുദ്ധം നടത്തി, ഏകമെന്ന് പറഞ്ഞ് ജാതിയെ കൊണ്ട് നടന്നു, കരുണ എന്ന് പറഞ്ഞ് ഇപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ശ്രീലങ്കയിലെ തമിഴരെയും ഒക്കെ അടക്കം എത്രയോ വേട്ടയാടലുകൾ നടത്തി. അതുകൊണ്ട് മതത്തിൻ്റെ ചരിത്ര ജീവിതവും മതത്തിൻ്റെ കാതലായി കാണുന്ന നൈതിക മൂല്യവും ചരിത്രത്തിൽ ഒരു കാലത്ത് ഒന്നായിരുന്നിട്ടില്ല. ഒന്നാകണമെന്നൊരാദർശമാണ് ഗുരു പല മതസാരവും ഏകം എന്ന് പറഞ്ഞ്. നമ്മളിത് കൺഫ്യൂസ് ചെയ്തിട്ട് ചരിത്രത്തിലൊക്കെ ഇങ്ങനെയായിരുന്നു എന്ന് തെറ്റിദ്ധരിച്ചാൽ മതത്തെ വളരെ തെറ്റായി വിലയിരുത്തും. മതം വളരെ ഹിസ്റ്റോറിക്കലായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനെ അതിൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾ മാത്രമായി അബ്സ്ട്രാക്ഷനിലേക്ക് ചുരുക്കിക്കൂടാ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ അബ്സ്ട്രാക്ഷൻ എന്ന നിലയിലേക്ക് കൊണ്ടുവന്നാൽ ഇവയ്ക്കിടയിൽ പങ്കുവയ്പ്പുകളുടെ ചരിത്രം കാണാം. അതിപ്പോൾ ഇസ്ലാമിലെ ഏകമതബോധമാണോ ശങ്കരനെ സ്വാധീനിച്ചത് എന്ന നിലയിൽ ആലോചന നടന്നിട്ടുണ്ട്. ബൗദ്ധ പാരമ്പര്യമാണ് ഇസ്ലാമിനെ സ്വാധീനിച്ചതെന്നോ സ്നേഹസങ്കല്പത്തിലേക്ക് എത്തിയത് എന്നോ ഒക്കെ പറയാം. ഇപ്പോൾ ബുദ്ധമതം ഉണ്ടാക്കിയ മിഷണറി പ്രവർത്തന രീതിയാണല്ലോ ലോകത്തെല്ലാ മതങ്ങളും ഏറിയും കുറഞ്ഞും മതപ്രചരണ തത്വങ്ങളും പൗരോഹിത്യ രൂപങ്ങളുമായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് സാദൃശ്യങ്ങൾ കണ്ടെത്താം. പക്ഷെ അതൊന്ന് മറ്റൊന്ന് തന്നെയാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ മൂർത്ത ജീവിതത്തെ
ഉപേക്ഷിച്ചിട്ട് അമൂർത്ത തത്വത്തിൽ മാത്രം അതിനെ കൊണ്ടുവന്ന് കിട്ടുന്നു. മത അമൂർത്ത തത്വം മാത്രമല്ല, അതിന് മൂർത്തമായ തലങ്ങളുണ്ട്. ആ വൈരുദ്ധ്യം പരിഹരിക്കാൻ പറ്റില്ല. സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ സനിൽ മാഷൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അല്ലിൻ്റെ വാക്കുകൾ സംഗീതമാകുന്നൊരു കാലം. ഇത് ഈ അദ്വൈത വേദാന്തവും ബുദ്ധമതവും ഒക്കെ വ്യത്യസ്തമായ ഒരു സാമൂഹ്യ പരിവർത്തന പ്രക്രിയയാണ്. അപ്പം ഈ ആശയമായിട്ട് ഈ അനുകമ്പ അല്ലെങ്കിൽ മൈത്രി എന്നത് എങ്ങനെയാണ് ഒരു പുതുധാരയിൽ മുഖ്യ പ്രവർത്തന മേഖലയായി വരുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞേക്കണം. അത് കുറച്ചധികം ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇപ്പോൾ മാർക്സിസത്തിൻ്റെ വർഗവിശകലന സിദ്ധാന്തത്തെ അതേപടി നിങ്ങൾക്ക് മൈത്രിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അനുകമ്പ മുതലായ സങ്കല്പങ്ങളിലോ നേർക്കുനേരെ കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ബുദ്ധമതവുമായി ബന്ധപ്പെടുത്തി മാർക്സിസത്തെ ചേർത്ത് വെച്ച് പരിശോധിക്കാൻ ശ്രമം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 2-3 പേര് ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് രാഹുൽ സാങ്കൃത്യായനാണ്, മറ്റൊന്ന് DD കോസാംബിയുടെ പിതാവായിട്ടുള്ള ധർമാനന്ദ് കോസാംബിയാണ്. അതുപോലെ ദേവി പ്രസാദൊക്കെ ചില ആലോചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും രാഹുൽ സാങ്കൃത്യായനും ഭഗവാൻ ബുദ്ധൻ എഴുതിയ കോസാംബിയുടെ പിതാവും ഇവ തമ്മിലുള്ള ചില പ്രായോഗികമായ ചേർച്ചകളുടെ സാധ്യത പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ സമീക്ഷ എന്ന നിലയ്ക്ക് ഇപ്പം യാഥാർത്ഥ്യത്തിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച എന്താ പറയുക, അതിൻ്റെ ഒരു ഭവപരമായ അടിസ്ഥാനം, ആ ഭവപരമായ അടിസ്ഥാനം എന്ന ചോദ്യത്തിന് മാർക്സിസം നൽകുന്ന ഉത്തരം നിശ്ചയമായിട്ടും ഈ എന്താ പറയുക ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെയോ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് സമീകരിക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അന്തിമമായ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ചില പൊതുധാരണകളാണ്. അത് നിശ്ചയമായിട്ടും പറ്റും. ഇപ്പോൾ ഗുരുവിനെയും മാർക്സിസ്റ്റ് പൊസിഷൻ തമ്മിൽ ചേരുന്നു എന്ന് ഞാൻ കരുതുന്ന ഒരു സ്ഥാനം ഈ അപരത്തെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ ഊന്നൽ. മാർക്സ് മനുഷ്യനെ നിർവചിക്കുന്നത് എൻസെമ്പിൾ ഓഫ് റിലേഷൻസ് എന്ന നിലയിലാണ്. ബന്ധങ്ങളുടെ സമുച്ചയമാണ് മനുഷ്യൻ, അല്ലാതെ കേവലമായൊരു സത്താരൂപത്തിൽ മനുഷ്യനെ കാണുന്നേയില്ല. അതിഭൗതികമായി മുൻകൂറായി നൽകപ്പെട്ട ഒരു സത്തയായി മനുഷ്യനെ കണ്ട ആധുനികതയുടെ എല്ലാ യുക്തികളോടും മാർക്സ് ഇടഞ്ഞിട്ടുണ്ട്. ഈ എൻസെമ്പിൾ എന്ന മാർക്സിൻ്റെ ആശയത്തെ അപരം എന്ന ആശയവുമായി ചേർത്ത് വെച്ച് നമുക്ക് ചില ആലോചനകൾ നടത്താം. അതിൻ്റെ അർത്ഥം ഗുരു മാർക്സിസ്റ്റ് ആണെന്നോ മാർക്സിസം ഗുരു പറഞ്ഞതാണെന്നോ ഒന്നുമല്ല. പക്ഷെ ചില സാദൃശ്യങ്ങളോ ചില ചേർച്ചകളോ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അങ്ങനെ കണ്ടെത്താൻ കഴിയുമ്പോഴും വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കപ്പെടുകയുമില്ല. ഞാനതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദാർശനിക തത്വങ്ങളെ ഭദ്രമായി നിലനിർത്തി അവയുടെ ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണോ, നമ്മുടെ കാലത്തിൻ്റെ നൈതികമായ പുനഃക്രമീകരണത്തിന് ഉതകുന്ന മട്ടിൽ ആശയങ്ങളെ സ്വാംശീകരിക്കുക എന്നതാണോ പ്രധാനം എന്നതിൽ രണ്ടാമത്തതാണ് പ്രധാനം എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ദാർശനിക വിഷയങ്ങൾക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല. നമുക്ക് ഇപ്പം അംബേദ്കറിൽ നിന്നോ ഗാന്ധിയിൽ നിന്നോ നമ്മുടെ കാലത്തിലേക്ക് സ്വീകാര്യമായതെന്തോ എടുക്കുക. 30 പൂനെ പാക്റ്റിനെ കുറിച്ച് അവർക്കിടയിലുണ്ടായ തർക്കം ഇപ്പം എൻ്റെ ഭാരമല്ല. ഞാൻ ആ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലെ അവരുടെ തർക്കത്തെ അവരുടെ ശാശ്വത സത്തയായി ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഗുരുവിലായാലും ബൗദ്ധ പാരമ്പര്യത്തിലായാലും ഇത്തരത്തിലുള്ള വിമോചനാദർശങ്ങളിലായാലും നമ്മുടെ കാലത്തിന് ഉപയുക്തമായ ഭാവശക്തികളെ നമ്മുടെ കാലത്തേക്ക് സ്വീകരിക്കുക. വൈരുദ്ധ്യങ്ങളെ കണ്ട് ഭയക്കൊന്നും വേണ്ട. വൈരുദ്ധ്യം എന്നത് ജീവിതത്തിൻ്റെ സഹജ പ്രകൃതമാണ്. വ്യത്യസ്തതകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. അത് പ്രകൃതിയിലുണ്ട്, യാഥാർത്ഥ്യത്തിലുണ്ട്. അതിനെ മുഴുവൻ സിദ്ധാന്തം കൊണ്ട് മൂടി വെക്കേണ്ട ഒരു കാര്യവുമില്ല. വൈരുദ്ധ്യങ്ങളെ നേർക്ക് നേരെ അഭിസംബോധന ചെയ്യാനുള്ള ആത്മബലത്തോടെ സൈദ്ധാന്തികമായി നമ്മുടെ കാലത്തെ നേരിടാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗുരുവിൽ നിന്നും ബുദ്ധനിൽ നിന്നും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ അംബേദ്കറിൽ നിന്നുമൊക്കെ നമ്മുടെ കാലത്തിന് പറ്റുന്ന ആശയാവലികളെ കണ്ടെത്താൻ കഴിയും. അതിന് പ്രയോഗ മാതൃകകളും കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അതൊരു ഫൈനൽ ആൻസറാണ്, ഫിലോസഫിക്കലി കറക്റ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ദർ ഈസ് എന്താ പറയുക, അതിലൊരു പ്രായോഗിക തലമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ബിൽഗ്രാമി ഗാന്ധിയെക്കുറിച്ച് പറയും, ഗാന്ധി പ്രൊഫഷണൽ ഫിലോസഫർ അല്ല, ഓർഗാനിക് തിങ്കറാണെന്നാണ്. പ്രൊഫഷണൽ ഫിലോസഫറുടെ പണി ഫിലോസഫിയുടെ സംവർഗങ്ങൾക്കെല്ലാം അകത്തു വെച്ച ആശയങ്ങളെ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കലാണ്. ഓർഗാനിക് തിങ്കറുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോകത്തിൻ്റെ നടുക്ക് കയറി നിന്നിട്ട് കാണുന്ന യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ ശ്രമിക്കലാണ്. അതിന് തത്വശാസ്ത്രത്തിൻ്റെ സമ്പർക്കങ്ങളൊന്നും അതേപടി അയാൾ ആശ്രയിക്കുന്നുണ്ടാവില്ല. പുതിയ സമ്പർക്കങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ സ്വരാജ് എന്ന് സ്വാതന്ത്ര്യത്തിന് പകരം പറയുന്നത് ചെറിയ കാര്യമല്ല. അത് സ്വാതന്ത്ര്യമെന്ന ആധുനികതയുടെ, പാശ്ചാത്യ ആധുനികതയുടെ യുക്തിക്കെതിരെയുള്ള വലിയ വിമർശനമാണ്. പിൽക്കാലത്ത് പോസ്റ്റ് കൊളോണിയൽ ചിന്തയൊക്കെ വന്നപ്പോഴാണല്ലോ നമ്മൾ ബ്രിട്ടൻ്റെ ഒരു പ്രോവിൻസ് ആയിട്ടല്ല, മറിച്ച് ഒരു അനുബന്ധ ലോകമായിട്ടല്ല, അനുബന്ധ യുക്തിയായിട്ടല്ല ഇന്ത്യ നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നത്. ഗാന്ധി അതിനെ മുഴുവൻ സമ്മപ്പിയതാണ് സ്വരാജ് എന്ന് പറഞ്ഞത്. ആ സ്വരാജിൽ അവസാനത്തെ ആളുണ്ട്, അന്ത്യജനുണ്ട്. ആ സ്വരാജ് രാഷ്ട്രീയ അധികാരമല്ല. ആ സ്വരാജിൽ വ്യക്തികളുടെ സമ്പൂർണമായ സ്വാധികാരവും സമൂഹത്തിൻ്റെ ആകമാനമുള്ള ജൈവികമായ നിലനിൽപ്പുമുണ്ട്. അപ്പം അങ്ങനെ പുതിയ സങ്കല്പങ്ങളെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ നിലനിൽക്കുന്ന ചിന്തകൾക്ക് തമ്മിൽ 100ൽ 100 പൊരുത്തമുണ്ടോ എന്ന് നോക്കി അവയെ സമീകരിച്ച് അതിനൊരു ഭദ്രരൂപം ഉണ്ടാക്കുന്ന പണി വാസ്തവത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഒരുപാട് പറയേണ്ടതാണ് കേട്ടോ, സമയക്കുറവുണ്ട്. ഞാൻ ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. പലരും കൈ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളോട് മായി മുന്നോട്ട് പോകാൻ നമുക്ക് അനുവദിച്ചു തന്ന സമയത്തിൻ്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഏതായാലും വളരെ സജീവമായ ഒരു ചർച്ച നമ്മൾ മനസ്സിലെങ്കിലും നടത്തിയിട്ടുണ്ട് എന്നുള്ള. ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കണം. അത് കുറേ കഴിഞ്ഞാൽ അത് ഉത്തരങ്ങളായി മാറുമെന്ന് ഭാരതീയ ആചാര്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൈത്രി എന്ന് പറയുന്ന ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ഫലിതമുള്ള എന്താണെന്ന് വെച്ചാൽ മരിച്ചാലും മരിച്ചില്ലെങ്കിലും 5 മണിക്ക് ശവം എടുക്കുന്നതാണ്. അതുപോലെ മൈത്രി തീർന്നാലും തീർന്നില്ലെങ്കിലും നമുക്കിത് ഇവിടെ നിർത്തണം. എന്തായാലും സന്തോഷം.